നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലപ്പാടി മുതൽ തുമിനാട് വരെയുള്ള പുതിയ ദേശീയപാതയോരം മാലിന്യ നിക്ഷേപ കേന്ദ്രം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. മാ കെയർ പദ്ധതി. വിദ്യാലയ മെനുവിൽ ഇനി പൊറോട്ട, ചിക്കൻ കറി, മന്തി, ബിരിയാണി തുടങ്ങി വിവിധ വിഭവങ്ങൾ. കാസർഗോഡ് പൈക്കയിൽ കാർ കത്തിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. അബൂബക്കർ എന്നയാളാണ് അറസ്റ്റിലായത്. അവശ്യ സാധനങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധവുമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്ത്. പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അധികൃതർ കനിഞ്ഞില്ല. ലാൽബാഗ്, കുരുടപ്പതവ്, മാസ്കുമാരി റോഡിന്റെ ശോചനീയാവസ്ഥ ഒടുവിൽ നാട്ടുകാർ തന്നെ പരിഹരിച്ചു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം. LDF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സദസ്സ് നടത്തി. വാർത്തകൾ വിശദമായി. തലപ്പാടി മുതൽ തുമിനാട് വരെയുള്ള പുതിയ ദേശീയപാതയോരം മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. സർവീസ് റോഡിന്റെ ഇരുവശവും വലിയ രീതിയിലാണ് മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടിയിരിക്കുന്നത്. ദുർഗന്ധവും പകർച്ചവ്യാധി ഭീതിയും കാരണം പ്രദേശവാസികൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. പുതിയ ദേശീയപാതയിൽ തലപ്പാടി മുതൽ തുമിനാട് വരെയുള്ള ഭാഗത്തെ സർവീസ് റോഡിന്റെ ഇരുവശവും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത് പ്രദേശത്തുള്ളവരുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ദുർഗന്ധവും പകർച്ചവ്യാധി ഭീതിയും കാരണം പ്രദേശവാസികൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. സർവീസ് റോഡിനരികിൽ മാലിന്യങ്ങൾ നിറഞ്ഞതിനാൽ മഴ വരുമ്പോൾ മലിനജലക്കെട്ടുകൾ രൂപപ്പെടുകയാണ്. മൂക്കുപൊത്തി മാത്രമേ ഇതുവഴി കടന്നു പോകുവാൻ പറ്റുകയുള്ളൂ. നിരവധി തവണ പഞ്ചായത്തിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികളായ UK സൈഫുള്ള തങ്ങൾ, ഓട്ടോ ഡ്രൈവർമാരായ ദേവദാസ്, രവി ഷെട്ടി എന്നിവർ പറഞ്ഞു. വളരെയധികം മാലിന്യങ്ങൾ കൂമ്പാരമായി ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്ത് ബോർഡിനാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശുചിത്വ മിഷൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ മിഷൻ അമ്പേ പരാജയമാണ്. അത് പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ പറ്റിയ ഏറ്റവും വലിയ പാളിച്ചയാണ് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ നിരന്തരമായി പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾ പരാതി പലതവണ പറഞ്ഞിട്ടും ഒരു നടപടിയും ഇതിനെതിരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതിൽ ഏറ്റവും ಖೇದಕರമായ ഒരു ಸಂಭವമാണ്. ಸರ್ವಿಸ್ ರಸ್ತೆಯಲ್ಲಿ ಎಲ್ಲ ವೇಸ್ಟನ್ನು ಎಸೆದು ಇಲ್ಲಿ ಬೀದಿ ನಾಯಿಗಳ ಹಾವಳಿ, ನಡೆದುಕೊಂಡು ಹೋಗುವಂಥ ಪರಿಸ್ಥಿತಿ ಇಲ್ಲ. ವಾಹನಗಳು ಓಡಾಟಕ್ಕೆ ಪರದಾಡುವಂಥ ಪರಿಸ್ಥಿತಿ ಇದೆ. ಅದೇ ರೀತಿ ಮೂಗು ಮುಚ್ಚಿಕೊಂಡು ಹೋಗುವಂಥ ಪರಿಸ್ಥಿತಿ ಇವತ್ತು ಇಲ್ಲಿ ಕಾಣುತ್ತಾ ಇದೆ. ಆ ಕ್ಯಾಮರಾವನ್ನು ಕೂಡಲೇ ಒಳಪಡಿಸಿ ಯಾರು ಇಲ್ಲಿ ವೇಸ್ಟೇಜ್ ಆಗ್ತಾರೋ ಅವರಿಗೆ ಅತ್ಯಧಿಕವಾದಂಥ ಫೈನನ್ನು ಹಾಕಿ ಆ ಗಾಡಿ ಆದರೆ ಗಾಡಿಯನ್ನು ಸೀಸ್ ಮಾಡಬೇಕು. ಮತ್ತು ನಡ್ಕೊಂಡು ಹೋಗುವವರಿಗೆ ಮತ್ತು ಬರುವವರಿಗೆ ಇಲ್ಲಿ ಒಳ್ಳೆಯ ಒಂದು ವಾತಾವರಣವನ್ನು ನಿರ್ಮಾಣ ಮಾಡಿ ಕೊಡಬೇಕು. ಇನ್ನು ಮುಂದೆ ಯಾರಾದರೂ ಇಲ್ಲಿ ಕಸವನ್ನು ಯಾರಾದರೂ ಬಿಸಾಡುತ್ತಿದ್ದರೆ ಅವರ ಮೇಲೆ ಕ್ರಮವನ್ನು ಜರುಗಿಸಬೇಕಂತ ಹೇಳಿಕೊಂಡು. മാലിന്യങ്ങൾ നിറയുന്നതിനെ തുടർന്ന് ചെറിയ കുട്ടികൾക്ക് അസുഖം വരുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. പലപ്പോഴും രാത്രിയിലാണ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത്. ഇത് നിരീക്ഷിക്കാൻ സംവിധാനം ഒരുക്കുകയോ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പ്രദേശത്തെ ജനങ്ങൾ ശുചിത്വവും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായി അടിയന്തരമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും പ്രതിവാര ശുചിത്വ പരിശോധന നടത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിദ്യാർത്ഥികൾക്ക് കഴിക്കുവാൻ വിദ്യാലയത്തിൽ ഇനി പൊറോട്ടയും, ചിക്കൻ കറിയും, മന്തി, ബിരിയാണിയും, മുട്ടമാലയും, കൽമാസുമെല്ലാം കിട്ടും. കുട്ടികളുടെ ആരോഗ്യത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കുമായി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ആരംഭിച്ച മാ കെയർ പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾക്ക് വെറൈറ്റി ഇനങ്ങൾ സ്കൂൾ വളപ്പിൽ വിളമ്പുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ, ജില്ലാ പഞ്ചായത്ത്, എക്സൈസ്, പോലീസ്, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയതാണ് മാ കെയർ പദ്ധതി. കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തുടക്കമിട്ടത്. ആരോഗ്യപ്രദമായ ഭക്ഷണമാണ് കുടുംബശ്രീ സംരംഭകർ മാ കെയറിലൂടെ നൽകുന്ന പ്രധാന വാഗ്ദാനം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേന്ദ്രത്തിൽ വെള്ളിയാഴ്ചകളിൽ മന്തി ബിരിയാണിയാണ് സ്പെഷ്യൽ. നെയ്ച്ചോർ, നെയ്പ്പത്തൽ, പഴം നിറച്ചത്, ചിക്കൻ റോൾ, മുട്ടയപ്പം, മോമോസ്, ഇലയട, കൽമാസ്, മുട്ടമാല, കായട തുടങ്ങിയ വിഭവങ്ങൾ മറ്റ് പലഹാരങ്ങൾക്കൊപ്പമുണ്ട്.
തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആദ്യത്തെ മാക്കയർ സെന്റർ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു. പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ കോളേജുകളിലൊക്കെയാണ് ക്യാൻറ്റീൻ. അന്ന് കോളേജിൽ പോയാൽ ഭക്ഷണം കിട്ടും, നല്ല രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ കിട്ടും. എന്നാൽ ഒരു പൊതുവിദ്യാലയത്തിൽ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ഇത്തരം സംവിധാനങ്ങളൊന്നും നടത്താറില്ല. എന്നാൽ ഇത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വളരെ വിപുലമായി തന്നെ നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഏറ്റവും വേഗത്തിൽ ജില്ലയിലെ പല വിദ്യാലയങ്ങളും ഏകദേശം 40 വിദ്യാലയങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇതോടുകൂടി നമ്മളുടെ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റു പെന്നായാലും ബുക്കായാലും അതൊക്കെ ഇതേ ക്യാൻറ്റീനിൽ വെച്ച് കിട്ടാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ സുരക്ഷ കൂടി നമ്മൾ ഉറപ്പുവരുത്തുകയാണ്. CDS അധ്യക്ഷ M. മാലതി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D. ഹരിദാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM. ആനന്ദവല്ലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C. ചന്ദ്രമതി, CDS മെമ്പർ സെക്രട്ടറി C. ബി. ജോർജ്, PTA പ്രസിഡന്റ് AG. നൂറുൽ അമീൻ, VK. രാജേഷ്, CDS ഉപാധ്യക്ഷ M. ഖൈറുനിസ, P. ലീന, T. മധു എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. റഫീഖി യാദേൻ അനുസ്മരണ പരിപാടിയും ഗാനാഞ്ജലിയും കാസർഗോഡിന് സംഗീത നിറവേകി. മുഹമ്മദ് റഫിയുടെ 45-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KL14 സിംഗേഴ്സ് സംഗീത കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുഗാന്തരങ്ങൾക്കപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്ന മാസ്മരിക ശബ്ദമാണ് അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടേതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു. മുഹമ്മദ് റഫിയുടെ 45-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KL14 സിംഗേഴ്സ് സംഗീത കൂട്ടായ്മ കാസർഗോഡ് നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച റഫീഖി യാദവും അനുസ്മരണ പരിപാടിയും ഗാനാഞ്ജലിയും ശ്രദ്ധേയമായി. കാസർഗോഡ് നഗരസഭ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുഗാന്തരങ്ങൾക്കപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്ന മാസ്മരിക ശബ്ദമാണ് അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടേതെന്ന് അബ്ബാസ് ബീഗം പറഞ്ഞു. ഇന്ത്യയിൽ എല്ലായിടത്തും റഫിയുടെ ചരമവാർഷികം ആചരിക്കുമ്പോഴും വളരെയധികം റഫി ആരാധകരുള്ള കാസർഗോഡ് അത് നടക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ നഗരസഭാ ചെയർമാൻ അനുമോദിച്ചു. പ്രസിഡന്റ് സുബൈർ പുലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. ഷാഫിയെ നെല്ലിക്കുന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തി. സാമൂഹ്യ സേവന രംഗത്തെ സ്തുത്യർഹമായ സേവനത്തിന് ലയൺസ് ഡിസ്ട്രിക്ട് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ജലീൽ മുഹമ്മദിനെയും സാഹിത്യവേദി മുൻ വൈസ് പ്രസിഡന്റ് CL ഹമീദിനെയും ആദരിച്ചു. ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം അംഗം റബീഹ ഫാത്തിമ, ആയിഷത്ത് മെഹർനിസ, നാഷണൽ ടാലന്റ് സെർച്ച് പരീക്ഷയിൽ വിജയിയായ മുഹമ്മദ് ബിൻ മൊയ്തീൻ എന്നിവരെ അനുമോദിച്ചു. നഗരസഭാ കൗൺസിലർ KM ഹനീഫ്, അഹമ്മദ് അബ്ദുള്ള അസ്മാസ്, ഷാഫി നാലപ്പാട് എന്നിവർ ഉപഹാരങ്ങൾ നൽകി. കുഞ്ഞഹമ്മദ് അബ്ദുൽ ഖാദർ, ഖലീൽ കോപ്പ, നൌഷാദ് ബായിക്കര എന്നിവർ സംസാരിച്ചു. കാസിം എറണാകുളം സ്വാഗതവും ഷാഫി തിരുവത്ത് നന്ദിയും പറഞ്ഞു. ഗായകന്മാരായ മുഹമ്മദ് ഹനീഫ്, നഷാദ്, ശ്രേയ കാമത്ത്, KL14 സിംഗേഴ്സ് അംഗങ്ങളും ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൈക്കയിൽ കാർ കത്തിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. അബൂബക്കർ എന്നയാളാണ് അറസ്റ്റിലായത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ ഇയാളെ മലപ്പുറത്തെ വീട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് പൈക്ക ജുമാ മസ്ജിദിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന് തീയിട്ടത്. മദ്രസാധ്യാപകൻ ഉസ്മാൻ റാസി ഭാഗഫി ഹൈതമി ഉപയോഗിച്ചിരുന്ന കാറാണ് കത്തിച്ചത്. സംഭവസ്ഥലത്തെ ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും പരിശോധിച്ചാണ് ജുമാ മസ്ജിദിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന അബൂബക്കറാണ് പ്രതിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ മലപ്പുറത്ത് നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബദിയിടുക്കയിൽ നിന്ന് ബൈക്കിൽ ആദ്യം കാഞ്ഞങ്ങാട്ടെത്തിയ ഇയാൾ അവിടെ നിന്ന് മലപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. എന്നാൽ യാത്രയ്ക്കിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ 2 ദിവസം ചികിത്സയിൽ കഴിയേണ്ടി വന്നു. പിന്നീട് ട്രെയിനിലാണ് മലപ്പുറത്തേക്ക് പോയത്. പ്രതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനാൽ സൈബർ സെല്ലിന്റെ സഹായം തേടിയെങ്കിലും ഫോൺ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫോൺ ഓൺ ചെയ്തതോടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോലീസ് ഇയാളുടെ നീക്കം മനസ്സിലാക്കുകയും മലപ്പുറത്തെ വീട്ടിൽ നിന്നും പിടികൂടുകയുമായിരുന്നു. SI ഉമേഷ് KR, ASI പ്രസാദ്, CPOമാരായ ആരിഫ്, ശ്രീനേഷ്, കാസർഗോഡ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ അബൂബക്കറിനെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെ തുടർന്ന് മദ്രസാധ്യാപകനോടുണ്ടായ വ്യക്തിവിരോധത്തെ തുടർന്നാണ് കാറിന് തീവച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BJP അടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു.
BJP അടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധം സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. ദേലമ്പാടി പഞ്ചായത്തിൽ SC/ST സമൂഹത്തെ ഭരണസമിതി അവഗണിച്ചുവെന്ന് VK സജീവൻ പറഞ്ഞു. തുടർച്ചയായി 2 പതിറ്റാണ്ട് CPM ഭരണസമിതി പഞ്ചായത്ത് ഭരിച്ചിട്ടും SC/ST മേഖലയിൽ വികസനം എത്തിക്കാൻ ഭരണസമിതിക്ക് സാധിച്ചില്ലെന്നും പിന്നോക്ക വിഭാഗത്തിന് നൽകേണ്ട ഫണ്ടുകൾ വകമാറ്റി ചിലവഴിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് പാണ്ഡി അധ്യക്ഷത വഹിച്ചു. BJP നാഷണൽ കൗൺസിൽ അംഗം പ്രമീള സി നായക്, ജില്ലാ സെക്രട്ടറി മഹേഷ് ഗോപാൽ, മുളിയാർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് പള്ളഞ്ചി, അടൂർ ഏരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിവേകാനന്ദ അടൂർ, ഏരിയ സെക്രട്ടറി നാരായണൻ മാസ്റ്റർ, രാജു കോരിക്കണ്ടം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പള പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി ധർണ ഉദ്ഘാടനം ചെയ്തു. PCBയുടെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കുക, ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക, അനധികൃത സമാന്തര ഹോട്ടൽ തട്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലയിൽ 2 മേഖലകളായി തിരിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. കുമ്പള യൂണിറ്റിൽ വടക്കൻ മേഖല പ്രതിഷേധമാണ് നടന്നത്. കുമ്പള പഞ്ചായത്തിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. ಅಸೋಸಿಯೇಷನ್ ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ನಾರಾಯಣ ಪೂಜಾರಿ ಧರ್ನಾ ಉದ್ಘಾಟನೆ ಮಾಡಿದರು. ಐಟಮ್ಗಳು ಅಂದ್ರೆ ಎಲ್ಲದಕ್ಕೆ ರೇಟು ಜಾಸ್ತಿ ಮಾಡುವಂತ ಒಂದು ಸಾಹಚರ್ಯ ಬರ್ತದೆ. ಇಲ್ಲದ್ರೆ ನಮಗೆ ನಿಂತು ಹೋಗ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. ಯಾರಿಗೂ ಇವತ್ತು ಒಂದು 10 ರೂಪಾಯಿ ಮನೆ ತಗೊಂಡು ಹೋಗು ಅಂದ್ರೆ ಅವರ ಕ್ಯಾಶ್ ಅಲ್ಲಿ ಬಾಕಿ ಆಗುದಿಲ್ಲ. ಅದೇ ರೀತಿ ಕೆಲಸದವರ ಸಂಬಳ ಕೂಡ ಆಗಿ ಇವತ್ತು ನಿಲ್ಲವನಲ್ಲ ನಾಳೆ. ಕಾರಣ ನಾವು ಜಾಸ್ತಿಯಾಗಿ ಹೊರಗಡೆ ಬರದೇ ಇದು ಕಾರಣ. ನಮ್ಗೆ ಕೆಲಸದವರು ಇಲ್ಲ, ಇವತ್ತು ಬಂದವ ನಾಳೆ ಇರುವುದಿಲ್ಲ. ಈಗ ನಮ್ಮಲ್ಲೆಲ್ಲ ಅನ್ಯ ಸಂಸ್ಥಾನ ಕಾರ್ಮಿಕರು ನಮಗೆ ಕೆಲಸ ಮಾಡ್ತಾ ಇರುವವರು, ನಮ್ಮ ಊರಿನವರು ಬಾರಿ ಕಡಿಮೆ. ಇಂತೆಲ್ಲ ಪ್ರಶ್ನೆಗಳು ನಮ್ಮ ಕಾಡಿದೆ. രക്ഷാധികാരി അബ്ദുള്ള താജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് ഗസാലി, രാജൻ കളക്കര, സത്യൻ ഇരിയണി, അജേഷ് നുള്ളിപ്പാടി, നാരായണൻ ഊട്ടുപുര എന്നിവർ സംസാരിച്ചു. മമ്മു മുബാറക് സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി സവാദ് താജ് നന്ദിയും പറഞ്ഞു. വെളിച്ചെണ്ണ, തേങ്ങ, ബിരിയാണി, അരി ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു ഉയരുകയാണെന്നും ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഭക്ഷ്യമേഖലയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കുകയും വിലക്കയറ്റം തുടർന്നാൽ ഹോട്ടൽ ഭക്ഷണവില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലാൽബാഗ് കുരുടപ്പദവ് മാസ്കുമാരി റോഡിന്റെ ശോചനീയാവസ്ഥ ഒടുവിൽ നാട്ടുകാർ തന്നെ പരിഹരിച്ചു. 40 വർഷമായി അറ്റകുറ്റപ്രവൃത്തി നടത്താത്തതിനെ തുടർന്ന് തകർന്ന് തരിപ്പണമായ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു. അധികൃതർ നടപടി സ്വീകരിക്കാത്തതോടെയാണ് നാട്ടുകാർ തന്നെ തകർന്ന റോഡ് നന്നാക്കിയത്. അധികൃതരുടെ നിഷേധാത്മക നിലപാടിൽ മനമെടുത്ത് ഒടുവിൽ ലാൽബാഗ് കുരുടപ്പദവ് മാസ്കുമാരി റോഡിന്റെ ശോചനീയാവസ്ഥ നാട്ടുകാർ തന്നെ പരിഹരിച്ചു. 40 വർഷമായി അറ്റകുറ്റപ്രവൃത്തി നടത്താത്ത ഈ റോഡ് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായിരുന്നു. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിവേദനങ്ങൾ നൽകുകയും ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുകയും ചെയ്തുവെങ്കിലും അധികൃതർ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ജനകീയ സമരസമിതി PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. പ്രതിഷേധം കഴിഞ്ഞ് നിവേദനം സമർപ്പിച്ചപ്പോൾ 3 ദിവസത്തിനകം റോഡ് സന്ദർശിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത് പാഴ്വാക്കായി മാറിയതോടെയാണ് സഹികെട്ട് നാട്ടുകാർ തന്നെ തകർന്ന റോഡ് നന്നാക്കിയത്. JCBയും മറ്റു ഉപകരണങ്ങളും എത്തിച്ചാണ് വലിയ ഗർത്തങ്ങൾ മണ്ണിട്ട് മൂടിയത്. ഇതിനായി ജെല്ലികൾ ഉൾപ്പെടെ നാട്ടുകാർ എത്തിച്ചു. PWD ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥയാണ്. അവരാണ് ഇതിന് ഇങ്ങനെ ഒക്കെ ആവാനുള്ള കാരണം. അതുകൊണ്ട് അവർ കോൺട്രാക്ടറിനെ കൊണ്ടോ അല്ലെങ്കിൽ അവരായിട്ടോ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇപ്പോൾ ലാൽബാഗ് ടു അമ്മേരി വരെയുള്ള കുഴികൾ മൂടാൻ ഞങ്ങൾ മുന്നിൽ വന്നിരിക്കുകയാണ്. നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇതിൽ ഒരു കോൺട്രാക്ടറുടെ ഫണ്ടോ അല്ലെങ്കിൽ PWDയുടെ വേറെ ഏതെങ്കിലും ഒരു ഫണ്ടോ ഒന്നുമില്ല. നാട്ടുകാർ എല്ലാവരും ചേർന്നാണ് ഇപ്പോൾ ഈ ഒരു പണിയെടുക്കാൻ മുന്നിൽ വന്നിരിക്കുന്നത്. കർണാടകയിലെ അടക്കം അതിർത്തി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നതും പൈവളികെ പഞ്ചായത്തിലെ പ്രധാന റോഡുമാണ് ലാൽബാഗ് ചിപ്പാർ കുരുടപ്പദവ് മാസ്കുമാരി റോഡ്. കർണാടകയുടെ അതിർത്തി ഗ്രാമമായ ആനക്കൽ, ബേഡഗുഡ്ഡെ അടക്കമുള്ള പ്രദേശത്തേക്കുള്ള എളുപ്പവഴിയായതിനാൽ 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കൂടിയാണിത്. 9 കിലോമീറ്റർ റോഡാണ് പൂർണ്ണമായും തകർന്നത്.
മാസിമാർ, മാസ്കുമേരി, ചിപ്പാർ സിറന്തടുക്ക, സുങ്കതക്കട്ട എന്നിവിടങ്ങളിലാണ് വലിയ രീതിയിലുള്ള തകർച്ചയുണ്ടായത്. വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ഗതാഗതം പോലും സാധ്യമാകാത്ത അവസ്ഥയിലായിരുന്നു. മഴക്കാലമായതിനാൽ നിറയെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലുമായിരുന്നു. നാട്ടുകാർ തന്നെ റോഡ് നന്നാക്കിയതോടെ ഒരു പ്രദേശത്തിന്റെ യാത്രാ പ്രശ്നത്തിനാണ് പരിഹാരമായത്. സക്കീർ, ഖലീൽ ചിപ്പാർ, ലാൽബാഗ്, സതീഷ് ചിപ്പാർ, ആരിഫ്, അഷ്റഫ് ABC, മുനീർ, അലി, മുസ്തഫ, മഹ്റൂഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് LDF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. LDF ജില്ലാ കൺവീനറും മുൻ MLAയുമായിരുന്ന KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. BJPയുടെ ഹിന്ദുത്വ അജണ്ട യഥാർത്ഥ ഹിന്ദുമതവുമായി ബന്ധമില്ലാത്തതാണെന്ന് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വം നൽകുന്ന ഭരണത്തിൽ പോലീസും സർക്കാരും ഹിന്ദുത്വ എന്ന രഹസ്യ അജണ്ട നടപ്പാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജാതിയുടെയോ മതത്തിന്റെയോ വംശത്തിന്റെയോ ഗോത്രത്തിന്റെയോ സ്ത്രീ പുരുഷ ഭേദത്തിന്റെയോ പേരിൽ ഒരാളെയും നാട്ടിക്കട്ടൽ ക്രിസ്ത്യാനിയാരും ഭരണഘടന കേട്ടോ, നമ്മൾ മനസ്സിലാക്കട്ടെ. ഇന്ത്യൻ ഭരണഘടനതാണ്. അതാണ് സെക്ഷൻ 14 പറയുന്നത്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ആരെയും അങ്ങനെ ഒരു വാക്കുണ്ട് കേട്ടോ. ജാതി മതം, ജാതി മതം, സ്ത്രീ പുരുഷഭേദം, വംശം, ഗോത്രം, നിറം, അതിന് പുറമെ പറയാണ് ഡേറ്റ് ഓഫ് പ്ലേസ്. ചിലപ്പോൾ ഇന്ത്യക്കാരൻ ജനിച്ചത് പാകിസ്ഥാനായിരിക്കും. RJD മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കൗൺസിൽ അംഗം P ഭാർഗവി, RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, NCP സംസ്ഥാന സെക്രട്ടറി C ബാലൻ, E കുഞ്ഞിരാമൻ, VK ഹനീഫ ഹാജി, KM ബാലകൃഷ്ണൻ, രതീഷ് പുതിയപുരയിൽ, AG ബഷീർ, TV ബാലകൃഷ്ണൻ, TV ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ തൃക്കരിപ്പൂർ തങ്കയമുക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെറുവത്തൂരിൽ മലബാർ എക്സ്പ്രസിൽ നിന്നും വീണ് ഗുരുതരാവസ്ഥയിൽ കാണപ്പെട്ട യുവാവിനെ രക്ഷിക്കുവാൻ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ സംയോജിതമായ ഇടപെടലിന് കയ്യടി. കാഞ്ഞങ്ങാട് മുക്കൂട് സ്വദേശി അബ്ദുൽ ജാബിറിനാണ് റെയിൽവേ പോലീസ് രക്ഷകരായത്. തിങ്കളാഴ്ച രാത്രി 8:10 ചെറുവത്തൂർ മടിവയലിൽ വെച്ചാണ് അപകടമുണ്ടായത്. മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ വാതിനരികിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്ന അബ്ദുൽ ജാബിർ പെട്ടെന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട യാത്രികർ ഉടൻ തന്നെ ട്രെയിനിലെ ഗാർഡിനെ വിവരം അറിയിച്ചു. ഗാർഡ് ഈ വിവരം ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്കും റെയിൽവേ പോലീസിനും കൈമാറി. വിവരമറിഞ്ഞ് കാസർഗോഡ് റെയിൽവേ പോലീസ് സ്റ്റേഷൻ SHO രജികുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ പ്രകാശൻ MV, സിവിൽ പോലീസ് ഓഫീസർ റിനീത് എന്നിവരും റെയിൽവേ പോലീസ് ജനമൈത്രി അംഗവും ഓട്ടോ തൊഴിലാളി യൂണിയൻ ചെറുവത്തൂർ റെയിൽവേ യൂണിറ്റ് പ്രസിഡന്റുമായ MP മനോജ് കുമാറും ചേർന്ന് പരിക്കേറ്റയാളെ ഉടൻ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലെത്തിക്കുകയും അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തു. അതിവേഗത്തിൽ ചികിത്സ ഒരുക്കിയതുകൊണ്ടാണ് അബ്ദുൽ ജാബിറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. ഗുരുതര പരിക്ക് പറ്റിയ ജാബിറിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ പ്രയാസപ്പെട്ട റെയിൽവേ പോലീസ് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയത്. സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹത്തിന്റെ ഫോട്ടോയും മറ്റ് വിവരങ്ങളും ഷെയർ ചെയ്യപ്പെട്ടതോടെ ജാബിറിന്റെ കുടുംബത്തെ കണ്ടെത്താൻ അതിവേഗം സാധിച്ചു. ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുവാവ് ഇപ്പോൾ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 3 വർഷമായി പുതുക്കിപ്പണിയാതെ ഓർമ്മ മാത്രമായി ബദിയടുക ബീച്ചന്തടുക ബസ് കാത്തിരിപ്പ് കേന്ദ്രം. മേൽക്കൂര തകർന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റ ഘട്ടത്തിൽ പൊളിച്ചു മാറ്റിയതായിരുന്നു. ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ 10ാം വാർഡ് ചെർക്കള കല്ലെടുക്ക റോഡിൽ ബീച്ചന്തടുക്ക ബസ് വെയിറ്റിംഗ് ഷെഡ് അപകടത്തെ തുടർന്ന് പൊളിച്ചു നീക്കി 3 വർഷം പിന്നിടുന്നു. മേൽക്കൂര തകർന്ന് ബസ് കാത്തുനിന്ന യാത്രക്കാർക്ക് സാരമായി പരിക്കേൽക്കുന്ന ഘട്ടത്തിലായിരുന്നു പൊളിച്ചു മാറ്റാനുള്ള നടപടിയുണ്ടായത്. ഉടൻ പുതുക്കിപ്പണിയുമെന്ന വാഗ്ദാനത്തിൽ മുഴുവനായും പൊളിച്ചെടുത്ത ബസ് വെയിറ്റിംഗ് ഷെഡില്ലാത്തതിനാൽ യാത്രക്കാരായ പ്രദേശവാസികൾ നേരിടുന്നത് വലിയ ദുരിതമാണ്. ദിനംപ്രതി സ്കൂളിലേക്കും ജോലിക്കുമായി നൂറുകണക്കിന് ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന ഈ പ്രദേശത്ത് വെയിറ്റിംഗ് ഷെഡില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. മഴക്കാലവുമായതോടെ നനയാതെ കാത്തുനിൽക്കാൻ ഇടമില്ലാത്തതിനാൽ നനഞ്ഞാണ് കുട്ടികൾ സ്കൂളിൽ പോലും എത്തുന്നത്. ചിന്മയ വിദ്യാലയം, അസീസി സ്നേഹാലയം, ഹയാത്തുൽ ഇസ്ലാം മദ്രസ തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെത്താൻ ജനങ്ങൾ ആശ്രയിക്കുന്ന ബസ് വെയിറ്റിംഗ് ഷെഡിനാണ് ഈ ദുർഗതിയെന്ന് പ്രദേശവാസികൾ പറയുന്നു.
3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് മേൽക്കൂര പൊളിഞ്ഞു വീണ് 3 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ഉടനെ പഞ്ചായത്ത് അധികൃതർ വന്ന് അതിനെ പൊളിച്ചു മാറ്റുകയും ചെയ്തതല്ലാതെ ഇതുവരെയും അതിന് ഒരു പരിഹാരവും കണ്ടിട്ടില്ല. ഈ 10ാം വാർഡ് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണ്. 4.5 വർഷം കൊണ്ട് ഒരു വികസനവും ഈ വാർഡിലേക്ക് നടന്നിട്ടില്ല. മദ്രസ വിദ്യാർത്ഥികളൊക്കെ പോകുന്ന ഈ പ്രദേശത്ത് ഒരു ലൈറ്റ് പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടപ്പുറം പോയാൽ രാത്രിയോ പകലോ എന്നോ അറിയാത്ത വികസനങ്ങളാണ് മറ്റു വാർഡുകളിൽ കാണപ്പെടുന്നത്. ഇതിന് ഒരു പരിഹാരവും കണ്ടിട്ടില്ല. ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണ് ബീജനെടുക്ക. മദ്രസ വിദ്യാഭ്യാസത്തിനെത്തുന്ന കുട്ടികൾ പോലും ഉള്ളപ്പോൾ പ്രദേശത്ത് ഒരു ലൈറ്റ് പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പ്രതിസന്ധിയിൽ ഉടൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചന്ദേര പൂവത്ത് വയൽ റോഡ് ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. എം രാജഗോപാലൻ MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങളായി നിർമ്മാണ പ്രവർത്തനം മുടങ്ങിക്കിടന്ന ചന്തേരിയിലെ പൂവത്ത് വയൽ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു. 100 കണക്കിന് നാട്ടുകാർ പങ്കെടുത്ത ചടങ്ങിൽ എം രാജഗോപാലൻ MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. MV സുജാത, പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നവീൻ ബാബു, രവീന്ദ്രൻ മാണിയാട്ട്, MV ചന്ദ്രൻ, K മോഹനൻ, MV കോമൻ നമ്പ്യാർ, PV ചന്ദ്രൻ, K ദാമോദരൻ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ CT ചന്ദ്രമതി സ്വാഗതവും T രാഘവൻ നന്ദിയും പറഞ്ഞു. തൊട്ടില്ലെന്ന നിലയിൽ അംഗൻവാടിയുടെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്ന ലൈൻ കമ്പികൾ. ബദിയടുക്കയിലെ ചെന്നാറക്കട്ടയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയാണ് ഈ അപകടാവസ്ഥ നേരിടുന്നത്. ബദിയടുക്ക ചെന്നാറക്കട്ടയിലെ അംഗൻവാടിയുടെ മേൽക്കൂരയ്ക്ക് തൊട്ടുമുകളിലൂടെയാണ് വൈദ്യുതി കമ്പുകൾ കടന്നു പോകുന്നത്. മേൽക്കൂരയെ തൊട്ടില്ലെന്ന നിലയിൽ വലിയ അപകടാവസ്ഥയിലാണ് കമ്പികൾ സ്ഥിതി ചെയ്യുന്നത്. കാറ്റും മഴയും രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും വലിയ അപകടമാണ് സാഹചര്യം വിളിച്ചോതുന്നത്. 30ഓളം കുരുന്നുകളാണ് ദിനംപ്രതി അംഗൻവാടിയിലെത്തുന്നത്. നിരവധി തവണ പ്രശ്നം ചൂണ്ടിക്കാട്ടി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. വിഷയത്തിൽ കളക്ടർ നേരിട്ട് ഇടപെടണമെന്ന് പൊതുപ്രവർത്തകൻ ഹാരിസ് ബദിയടുക്ക പറഞ്ഞു. ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ ചെന്നാർക്കട്ടയിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടിയാണ് ഈ കാണുന്നത്. ഇവിടെ ഇലക്ട്രിക് ലൈന് പോയിരിക്കുന്നത് ഇതിന്റെ സീറ്റിന്റെ മുകളിലെ കൂടിയാണ്. അതായത് സീറ്റിന്റെ മുകളിലെ എന്ന് പറഞ്ഞാൽ ഒരു നൂലിന്റെ അത്ര ഗ്യാപ്പ് പോലും ഇല്ല. കാറ്റ് വന്നാൽ ഏത് സമയത്തും സീറ്റിലേക്ക് തട്ടി അപകടത്തിനാണ് സാധ്യത. പഞ്ചായത്ത് അധികാരികൾ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഈ ഇലക്ട്രിക് ലൈൻ ഇതിന്റെ മുകളിൽ നിന്നും മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം ഇത് വലിയൊരു അപകടത്തിന് സാധ്യതമാകും. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അംഗൻവാടിയെ പോലും തിരിഞ്ഞു നോക്കാതെ എന്താണ് ഈ അധികാരികൾ ചെയ്യുന്നത് എന്നുകൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അധികാരികൾ തള്ളിക്കളയാതെ ഗൗരവത്തിലെടുക്കണമെന്ന് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ KEA സിറ്റി ഏരിയ രക്തദാന ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു. അഡ്വൈസറി ബോർഡ് അംഗം മുനീർ കുണിയ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ KEA സിറ്റി ഏരിയ കമ്മിറ്റി ജാബുരിയ സെൻട്രൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച നടത്തുന്ന 6ാമത് രക്തദാന ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. അഡ്വൈസറി ബോർഡ് അംഗം മുനീർ കുണിയ ഉദ്ഘാടനം ചെയ്തു. ബദർ മെഡിക്കൽ സെന്റർ മാനേജർ അബ്ദുൾ റസാഖ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി CH നൽകി പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് തസ്ലീം തുരുത്തി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കേന്ദ്ര ജനറൽ സെക്രട്ടറി അസീസ് തളങ്കര, ട്രഷറർ ശ്രീനിവാസൻ MV, സെക്രട്ടറി അബ്ദുള്ള കടവത്ത്, മീഡിയ കൺവീനർ കബീർ മഞ്ഞമ്പാറ, ബദർ മെഡിക്കൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അബ്ദുൽ ഖാദർ, മുസ്തഫ ചെമ്മനാട് തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ ജനറൽ സെക്രട്ടറി അബ്ദുള്ള KC സ്വാഗതവും കബീർ തളങ്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിശ്വ ഹിന്ദു പരിഷത്ത് കാസർഗോഡ് പ്രഖണ്ഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രാമായണ കഥയുടെ ഹരികഥാ സത്സംഗ പരിപാടിക്ക് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് തുടക്കമായി. അനന്തകാമത്ത് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് കാസർഗോഡ് പ്രഖണ്ഡ് ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും രാമായണ മാസം വിപുലമായി ആഘോഷിച്ചു വരുന്നു. ഈ വർഷം 3 ദിവസങ്ങളിലായി നടക്കുന്ന രാമായണ കഥയുടെ ഹരികഥാ സത്സംഗ പരിപാടിക്ക് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് തുടക്കമായി. ഡോക്ടർ അനന്തകാമത്ത് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ನಮ್ಮ ವಿಶ್ವ
ಮುಂದಿನ ಮನೆ ಮನೆ ಭಜನೆ ಎಲ್ಲ ನಡೀತಾ ಇರ್ತಾರೆ. 22 ವರ್ಷದಿಂದ ನಡೀತಾ ಇದ್ದಾರೆ. ಆದರೂ ಅದು ಕ್ಷೀಣ ಆಗಿದೆ ಎಂಬುದು ಖಂಡಿತ. ಯಾಕಂದರೆ ಈಗ ಎಲ್ಲ ಒಂದು ದೈವಿಕ ಕಾರ್ಯಕ್ರಮ, ಸತ್ಸಂಗ ಕಾರ್ಯಕ್ರಮಗಳೆಲ್ಲ ಸ್ವಲ್ಪ ಸನಾತನ ಧರ್ಮದ ಕಾರ್ಯಕ್ರಮ ಸ್ವಲ್ಪ ಸ್ಲೋ ಆಗಿರೋದು ಖಂಡಿತ. ಏನೂ ಆಗಲಿ, ಮುಂದಿನ ಜನಾಂಗಕ್ಕೆ ಅದರ ಅನುಭವ ಇದೆ. പരിപാടിയിൽ ഹരിദാസ് ജയാനന്ദ് കുമാർ ഹൊസ്ദുർഗ, പ്രവിശ്യ സത്സംഗ് കോർഡിനേറ്റർ ശങ്കപ്പ ഭണ്ഡാരി, പ്രഗൺ പ്രസിഡന്റ് ഗുരുപ്രസാദ് കോട്ടക്കണി എന്നിവർ പങ്കെടുത്തു. ലേഖന ആചാര്യ ഐല ഹരികഥാ സത്സംഗ് പരിദ്യോദ്ധാരക പ്രസംഗം നടത്തി. ഗുണപാല അമൈ, രാമകൃഷ്ണ ഹൊള്ള എന്നിവർ സംസാരിച്ചു. കിഷോർ നെല്ലിക്കുന്ന് സ്വാഗതവും ലക്ഷ്മീഷ നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പട്ടികജാതി ക്ഷേമ സമിതി കാഞ്ഞങ്ങാട് ഏരിയ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി BM പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി കാഞ്ഞങ്ങാട് ഏരിയ പ്രവർത്തക കൺവെൻഷൻ മേലാങ്കോട്ട് വെച്ചാണ് നടന്നത്. ജില്ലാ സെക്രട്ടറി BM പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AK ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സുരേഷ് ബാബു, അജിത് പെരിയ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. M ഷിജു സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി ശശികുമാർ, AK പ്രസിഡന്റായും രാഘവൻ B, ആതിര രാജീവൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ഷിജു മാസ്റ്ററെ സെക്രട്ടറിയായും, അജിത് പെരിയ, സൗമ്യ രവി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും, ശശിധരൻ AA ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഭീഷണിയാകുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യം. UDYF കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസ് ഉപരോധിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഭീഷണിയാവുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDYF കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് DMO ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധിക്കാനെത്തിയ UDYF നേതാക്കളെ DMO ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഏറെക്കാലമായി രാത്രിയും പകലും ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഭീഷണിയാകുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യാനെത്തിയ UDYF നേതാക്കളെ DMO ഓഫീസിനു മുന്നിൽ പോലീസ് തടയുകയും ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. UDYF നേതാക്കളായ നിയോജകമണ്ഡലം ചെയർമാൻ നദീർ കൊത്തിക്കാൽ, കൺവീനർ ഷിബിൻ ഉപ്ലിക്കൈ, നൌഷാദ് മാണിക്കോത്ത്, രതീഷ് കാട്ടുമാടം, റമീസ് ആറങ്ങാടി, വിനീത് HR, ശരത് മരക്കാപ്പ്, കൃഷ്ണലാൽ തോയമൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്നക്കാട് പോലീസ് ജീപ്പും കാറും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയടക്കം 3 പേർക്ക് പരിക്ക്. പടന്നക്കാട് നെഹ്റു കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. ദേശീയപാതയിൽ പടന്നക്കാട് പോലീസ് ജീപ്പും കാറും സ്കൂട്ടിയും കൂട്ടിയിടിച്ചു. വഴിയാത്രക്കാരിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചീമേനി പോലീസ് സ്റ്റേഷന്റെ ബൊലേറോ ജീപ്പും എതിരെ വന്ന കാറും സ്കൂട്ടിയുമാണ് കൂട്ടിയിടിച്ചത്. കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്നു പോലീസ് ജീപ്പ്.
പരിക്കേറ്റവരിൽ 2 പേർ സ്കൂട്ടി യാത്രക്കാരാണ്. ഇരുചക്രവാഹനം മുന്നിൽ കയറിയപ്പോൾ പോലീസ് ജീപ്പ് വെട്ടിച്ചു. സ്കൂട്ടിയിലും വഴിയാത്രക്കാരിയെയും ഇടിക്കുകയായിരുന്നു. ഇരുചക്രവാഹനം മുന്നിൽ കയറിയപ്പോൾ പോലീസ് ജീപ്പ് വെട്ടിച്ചപ്പോൾ സ്കൂട്ടിയിലും വഴിയാത്രക്കാരിയെയും ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാറിലും ഇടിച്ചു. സുഹറ, ചന്ദ്രൻ, ബേബി എന്നിവർക്കാണ് പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലപ്പാടി മുതൽ തുമിനാട് വരെയുള്ള പുതിയ ദേശീയപാതയോരം മാലിന്യ നിക്ഷേപ കേന്ദ്രം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. മാ കെയർ പദ്ധതി. വിദ്യാലയ മെനുവിൽ ഇനി പൊറോട്ട, ചിക്കൻ കറി, മന്തി, ബിരിയാണി തുടങ്ങി വിവിധ വിഭവങ്ങൾ. കാസർഗോഡ് പൈക്കയിൽ കാർ കത്തിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. അബൂബക്കർ എന്നയാളാണ് അറസ്റ്റിലായത്. അവശ്യ സാധനങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധവുമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്ത്. പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അധികൃതർ കനിഞ്ഞില്ല. ലാൽബാഗ്, കുരുടപ്പതവ്, മാസ്കുമാരി റോഡിന്റെ ശോചനീയാവസ്ഥ ഒടുവിൽ നാട്ടുകാർ തന്നെ പരിഹരിച്ചു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം. LDF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സദസ്സ് നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.